യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം പോലും ഇല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെപ്പിക്കാനായത്? ദിയാദനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചുനിന്ന തലാലിന്റെ കുടുംബം നിലപാട് മാറ്റിയത് എങ്ങനെയാണ്? സൂഫി പണ്ഡിതരുടെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ദിയാദനം സ്വീകരിച്ച നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബത്തെ പ്രാപ്തമാക്കിയത് ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും ജാമിയ മർക്കസ് ചാൻസലറുമായ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമറിനെ കൊണ്ട് നടത്തിയ നീക്കങ്ങളിലൂടെയാണ്. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ല. യമനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2016 മുതൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് യാത്രാ വിലക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. പല വഴിക്കും ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും തലാലിന്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും മുഖം കൊടുക്കലിനും കുടുംബം തയ്യാറായിരുന്നില്ല എന്നത് തന്നെയായിരുന്നു ഇതിന് പ്രധാന കാരണം. തലാലിന്റെ കൊലപാതകം തലാലിന്റെ കുടുംബത്തിൽ മാത്രമല്ല, ദമാർ ഗോത്രങ്ങൾക്കിടയിലും വലിയ വൈകാരിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കൊലപാതകത്തിന്റെ രീതി, ക്രൂര സ്വഭാവം എന്നിവയെല്ലാം അവരെ ചൊടിപ്പിച്ചു. ഏത് വിധേനയും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്നു മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ തരീം സയ്യിദുമാരിലെ ഏറ്റവും പ്രധാനി ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ ഇടപെട്ടതോടെ തലാലിന്റെ കുടുംബം പിടിവാശി ഉപേക്ഷിച്ചു. ദക്ഷിണ യമനിലെ ഹളർമൗത്തിലെ തരീമിൽ നിന്നുള്ള ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം. തരീം സയ്യിദുമാരിലെ ഏറ്റവും പ്രധാനിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തരീമിലെ ദാറുൽ മുസ്തഫ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഉമർ ബിൻ ഹഫീദിൽ നിന്ന് ഇസ്ലാമിക വിജ്ഞാനം നേടുക എന്ന ഉദ്ദേശത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തരീമിലെത്തുന്ന ആളുകളുണ്ട്. യമനിലെ പൗരപ്രമുഖരും ഭരണകൂടത്തിലെ ഉന്നതരുമെല്ലാം അദ്ദേഹത്തിന്റെ ക്ലാസുകളും പ്രഭാഷണങ്ങളും കേൾക്കാനായി സ്ഥിരമായി എത്താറുമുണ്ട്. കേരളത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മലപ്പുറം ആദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി എന്നിവരുമായാണ് അദ്ദേഹത്തിന് ഹൃദ്യമായ ബന്ധമുള്ളത്. മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയുൽ ഫുത്തൂഹ് എന്ന പേരുള്ള മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. മർക്കസ് സമ്മേളനം, മാദീൻ സമ്മേളനം തുടങ്ങി കാന്തപുരം നേതൃത്വം നൽകുന്ന പല പരിപാടികളിലും മുഖ്യാതിഥിയായി അദ്ദേഹം എത്തിയിട്ടുമുണ്ട്. കാന്തപുരം രോഗിയായിരുന്നപ്പോഴും നേരിട്ട് കാണാനെത്തി. ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി കാന്തപുരത്തിന് പതിറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത്. ഈ ബന്ധം ഉപയോഗിച്ച് നടത്തിയ നീക്കമാണ് നിമിഷപ്രിയയുടെ കേസിൽ വിജയത്തിലെത്തിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടത് മനുഷ്യനെന്ന നിലയിലാണ് എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശദീകരിച്ചത്. വിദേശത്തായതിനാൽ കുടുംബത്തിന് ഇടപെടാൻ പ്രയാസമായിരുന്നു. യമനിലെ മതപണ്ഡിതന്മാരെ ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ബോധിപ്പിച്ചത്. കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ ആ കുടുംബത്തിന്റെ അനുവാദത്തോടെ പണം നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. വിഷയം ബോധിപ്പിച്ചത് അവർ അംഗീകരിച്ചു. വേണ്ടത് ചെയ്യാമെന്ന് അവർ അറിയിക്കുകയായിരുന്നു. ഇന്ന് വിഷയത്തിൽ കോടതിയുടെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു. ഇടപെടൽ ഇനിയും തുടരും. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. യമനിൽ സ്വീകാര്യരായ പണ്ഡിതരോടാണ് ചർച്ച നടത്തിയത്. അതിനാലാണ് വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നും എല്ലാവരും ഇനിയും വിഷയത്തിൽ സഹകരിക്കണമെന്നും കാന്തപുരം മാധ്യമങ്ങളോട് പറഞ്ഞു. നിർണായക ഇടപെടലിന് പിന്നാലെ കാന്തപുരത്തെ പ്രശംസിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നിമിഷപ്രിയയെ കാണാൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് അമ്മ പ്രേമകുമാരി. 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രേമകുമാരി തന്റെ മകളെ കാണുന്നത്. മകളെ കാണാൻ സാധിക്കുമെന്ന് കരുതിയില്ലെന്നും മകളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുവെന്നും പ്രേമകുമാരി പറഞ്ഞു. എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നാണ് അമ്മ മാധ്യമങ്ങളോട് ഇന്ന് വ്യക്തമാക്കിയത്. മകളെ കാണാൻ എല്ലാ സൗകര്യവും ഒരുക്കിത്തന്ന ജയിൽ അധികൃതർക്ക് പ്രേമകുമാരി നന്ദിയും അറിയിച്ചു. 11 വർഷത്തിന് ശേഷം വികാരനിർഭരമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് യമനിലെ സനയിലെ ജയിലിൽ നടന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പമുള്ള സാമുവേൽ ജെറോമും ഇന്ത്യൻ എംബസി അധികൃതരും ജയിലിലെത്തിയത്. നിമിഷയെ കാണാൻ അമ്മയ്ക്ക് മാത്രമാണ് അനുവാദം നൽകിയത്. ജയിലിൽ ഫോൺ അനുവദിച്ചിരുന്നില്ല. പ്രത്യേക മുറിയിലാണ് അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ ജയിൽ അധികൃതർ സൗകര്യമൊരുക്കിയത്. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകി. തുടർന്ന് നിമിഷയ്ക്കൊപ്പം ഉച്ചഭക്ഷണവും കഴിച്ചാണ് പ്രേമകുമാരി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ 2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി
മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നതാണ് കേസ്. 2020 നിമിഷപ്രിയയ്ക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ഇന്ന് കാന്തപുരത്തിന്റെ ഇടപെടലോടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിലും നിമിഷപ്രിയയ്ക്ക് നാട്ടിലെത്താൻ കഴിയുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം.